തങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യർ ലോകത്തിൻ്റെ ദുഃഖമാണ്. ഗസയിൽ ഫലസ്തീനുകൾ കാലങ്ങളായി ലോകത്തിൻ്റെ വേദനയാണ്. ആ വേദന ഇരുട്ടിപ്പിക്കുന്നത് ആ മണ്ണിലെ ഒന്നുമറിയാത്ത കുട്ടികളെയും ബാധിക്കുന്നു. ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുമ്പോൾ ഒന്നുമറിയാത്ത കുട്ടികൾ ഇരകളാവുകയാണ്. ലോകത്തേക്ക് കൺതുറന്ന ഉടനെ മരണത്തിൻ്റെ വിളിയൊച്ച കേൾക്കേണ്ടി വന്ന ദുർഗതി ഇനിയും ഒരു നവജാത ശിശുവിനും ഉണ്ടായിക്കൂടാ. ജീവൻ മുറുകെ പിടിച്ച് സ്വന്തം ഭൂമിയിൽ രക്ഷയുടെ ഇല്ലാത്തണൽ തേടി ഓടുന്നവരുടെ ആർത്തനാദം ലോകത്തിൻ്റെ സ്വസ്ഥത കളയുകയാണ്. എത്രയും വേഗം യുദ്ധവിരാമം ഉണ്ടായേ തീരൂ. ഇതിനകം ലോകരാഷ്ട്രങ്ങൾ നേടിയ കൂട്ടായ്മയുടെ സമ്മർദ്ദ ബലതന്ത്രം ഒക്കെയും അതിനായി ഉപയോഗിക്കേണ്ടതുണ്ട്. ഹമാസിന്റെ പ്രതികരണത്തിലും അത് സ്വാഗതം ചെയ്ത് ട്രംപിന്റെ നിലപാടിലും വിട്ടിലായിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവാണ്. ഇസ്രായേലിനുള്ളിലും നെതന്യാഹുവിനെതിരെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നെതന്യാഹു ഇതിനെ മറികടക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. നമുക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്ന് നമുക്ക് കൂടുതൽ പരിശോധിക്കാം. ഹമാസ് നൽകിയ ഒരു മറുപടി, ട്രംപിന് ഹമാസ് നൽകിയ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു. ഹമാസിന്റെ മറുപടി എന്ന് പറയുന്നത് ബന്ദികളെ കൈമാറാൻ ഒരുക്കം എന്നുള്ളതാണ് ഹമാസിന്റെ മറുപടി. മറ്റൊന്ന്, സ്വതന്ത്ര ഫലസ്തീൻ സമിതിക്ക് ഭരണം കൈമാറണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് സൈന്യം പൂർണ്ണമായും പിന്മാറണം എന്നുള്ളതാണ്. സ്വതന്ത്ര ഫലസ്തീൻ സമിതിക്ക് ഭരണം കൈമാറാം, സൈന്യം പിന്മാറണം. ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, നിരായുധീകരണം അടക്കം ചർച്ച വേണം. യുദ്ധാനന്തര ഗസയുടെ ഭാവി, ബദൽ ഭരണ സംവിധാനം, നിരായുധീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കണമെന്നുമാണ് ഹമാസിന്റെ പ്രതികരണത്തിൽ അവർ വിശദമാക്കുന്നത്. മറ്റൊന്ന്, ഫലസ്തീൻ ദേശീയ സമിതിയിൽ ഹമാസും വേണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഹമാസ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്, അതായത് അന്താരാഷ്ട്ര ചട്ടങ്ങളും പ്രമേയങ്ങളും പാലിക്കണം എന്നുള്ളതാണ്. സമാധാന സേനയിൽ വ്യക്തത വേണം എന്നും പറയുന്നു. അപ്പോൾ ഹമാസിന്റെ ഈ നിർദ്ദേശത്തെയൊക്കെ ട്രംപ് സ്വാഗതം ചെയ്യുകയാണ്. ട്രംപ് ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെയും സ്വാഗതം ചെയ്തു. യുദ്ധം ഉടൻ നിർത്തണമെന്ന് ട്രംപ് പറയുകയുണ്ടായി. എല്ലാവർക്കും നീതി ഉറപ്പാക്കും, ശാശ്വത പരിഹാരത്തിന്, ശാശ്വത സമാധാനത്തിന് തയ്യാറാവണം എന്നതാണ് പറയുന്നത്. സമാധാനത്തിൻ്റെ പാതയിൽ എത്തിച്ച എല്ലാവർക്കും നന്ദി എന്നും ട്രംപ് പറയുന്നുണ്ട്. മറ്റൊന്ന്, ബന്ദികളെ തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ച പാടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. മറ്റൊന്ന്, ഹമാസിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്ന ട്രംപിന്റെ നിലപാടിലും വലിയ കൈയടികൾ നേടുമ്പോൾ ക്രൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. ഇന്ന് 20 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം അവസാനിപ്പിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വന്നതിന് ശേഷവും ഗസയിൽ കൂട്ടക്കുരുതി തുടർന്നു പോകുകയാണ് ഇസ്രായേൽ. ഇന്ന് രാവിലെ മാത്രം 20 പേരെയാണ് അവർ കൊലപ്പെടുത്തിയത്. ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 67,000 കവിഞ്ഞു എന്നുള്ളതാണ്. ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 67,000 കടന്നിരിക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങൾ കൂടി ഈ കൂട്ടത്തിൽ പട്ടിണി കടന്ന് ഇന്ന് മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിഷയമെന്നുള്ളത്. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇസ്രായേൽ മന്ത്രി റോൺ ഡെർമർ നേതൃത്വം നൽകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇസ്രായേലിൻ്റെ ഈ നീക്കത്തിനെതിരെ അമേരിക്കയുടെ ഒരു സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ഗസയിൽ ഒരു ശാശ്വത പരിഹാരമാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്, ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശാശ്വത സമാധാനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് ഇവിടെ ഗസയിൽ നടത്തുന്നത്. അതിനെതിരെ അമേരിക്ക ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്, പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ട്രംപിന്റെ പദ്ധതിയുമായി ആദ്യഘട്ടവുമായി മുന്നോട്ട് എന്നുള്ളതാണ്. ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം, അതിൻ്റെ മുന്നോട്ട് പോക്ക് ആരംഭിച്ചിരിക്കൂ എന്നുള്ളതാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ സഹകരിക്കും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വെർഷൻ. ഇസ്രായേൽ പറയുന്നതാണ്, ട്രംപിന്റെ സമാധാന ഉടമ്പടിയോടെ തങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഹകരിക്കും, യുദ്ധം അവസാനിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കും, ബന്ദികളുടെ മോചനവും വളരെ ചുരുക്കത്തിൽ തന്നെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇസ്രായേലും ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും BK സുഹേൽ ഈ നിമിഷം നമുക്കിപ്പം ചേരുകയാണ്. BK, വളരെയേറെ കാലത്തിനു ശേഷം ലോകം കാത്തിരുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. അതിൽ ഹമാസിന്റെ നിർദ്ദേശം നമ്മൾ കേട്ടു. ട്രംപ് ഹമാസിന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്ന സമീപനമൊക്കെ ഉണ്ടായി. പക്ഷേ എന്നിരുന്നാലും സമാധാനം ഒരു വശത്ത് പുലരുമ്പോഴും
മറുവശത്ത് ആ സമാധാനത്തെ ഇല്ലായ്മ ചെയ്ത് വീണ്ടും അവിടെ ആക്രമണം നടത്തുന്ന ഒരു സമീപനമാണ് അവിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ദിവസത്തെ എങ്ങനെ നമുക്കൊന്ന് വിലയിരുത്താൻ കഴിയും? ഇതുവരെയുള്ള സംഭവവികാസങ്ങളുടെ ഒരു രത്ന ചുരുക്കം എന്താണ് BK? ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസമാണ് ഇന്ന്. ഹമാസ് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മറുപടിയാണ് ട്രംപിന്റെ 20 ദിന നിർദ്ദേശങ്ങളോട് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർ ഹമാസിന്റെ സമാധാന പദ്ധതി അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന സന്ദേശം കൂടി നൽകുന്നു. ഇതോടുകൂടി ഗസയിൽ ഇനി പന്ത് ഈ ട്രംപിന്റെ കോർട്ടിലേക്ക് പോവുകയാണ്. ഇതുവരെ ഹമാസിന്റെ കോർട്ടിലായിരുന്ന കാര്യങ്ങൾ എങ്കിൽ ഇനി ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കോർട്ടിലേക്ക് പന്ത് പോകുന്നു. എന്താണ് ഇനി സംഭവിക്കാനുള്ളത്? ഗസയിൽ സമാധാനം കൊണ്ടുവരണമോ വേണ്ടയോ എന്നുള്ളത് നെതന്യാഹുവിന് തീരുമാനിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ട്രംപിന്റെ 20 ദിന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ബന്ദി മോചനം, അതേപോലെ തന്നെ ഗസയിലെ വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഹമാസ് അനുകൂലമായ നിലപാടെടുക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഫലസ്തീനിന്റെ ദേശീയത എന്നടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള ചില സൂചനകൾ നൽകുകയും ചെയ്യുന്നു. ഫലസ്തീൻ ദേശീയതയെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഗസയുടെ ഭാവി നിർണ്ണയിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അറബ് മുസ്ലിം സമൂഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ അവിടെ പുതിയ ഭരണം വരണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വരികയാണ്. ഗസയിൽ ഇസ്രായേലിന്റെ വംശഹത്യക്ക് പറഞ്ഞിരുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നതിന് വേണ്ടി 2-3 ലക്ഷ്യങ്ങൾ നെതന്യാഹു നിർണ്ണയിച്ചിരുന്നു. ആ ലക്ഷ്യങ്ങൾ ഒന്നും നേടാതെയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായി നെതന്യാഹു പറഞ്ഞിരുന്നത് ഗസയിൽ നിന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യും എന്നുള്ളതായിരുന്നു. ഗസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ ഹമാസുമായി സന്ധി ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഹമാസിന്റെ സന്ദേശം ട്വീറ്റ് ചെയ്തുകൊണ്ടാണ്, അത് ഷെയർ ചെയ്തുകൊണ്ടാണ് ട്രംപ് ഈ ഒരു വെടിനിർത്തൽ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതേപോലെ തന്നെ ബന്ദികളെ സൈനികമായ നടപടിയിലൂടെ മോചിപ്പിക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞിരുന്നതെങ്കിൽ അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഹമാസുമായി സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊണ്ട് മാത്രമേ ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിക്കൂ എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഹമാസ് പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങളും അംഗീകരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇനി നമുക്കറിയാനുള്ളത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പരമവും പ്രധാനവുമായി ആദ്യം വേണ്ടത് ഈ ബന്ദികളുടെ മോചനമാണ്. തടവുകാരെ മോചിപ്പിക്കണമെങ്കിൽ അതിന് 72 മണിക്കൂർ കൊണ്ട് സാധ്യമാവില്ല എന്ന് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഹമാസ് ഇന്നത്തോടുകൂടി കൈറോ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർണായകമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഹമാസിന്റെ പ്രതിനിധികൾ അങ്ങോട്ട് പോവുകയാണ്. ഇസ്രായേലിന്റെ പ്രതിനിധികളും അവിടേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരു ട്രംപിന്റെ ഒരൊറ്റ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും ട്രംപിന്റെ 20 നിർദ്ദേശങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം എന്ന് ഹമാസും ഖത്തറും അതേപോലെ തന്നെ ഈജിപ്തും എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ആ വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഈ വെടിനിർത്തൽ ചർച്ചകളിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വെടിനിർത്തൽ ചർച്ചകളിൽ സ്വാഭാവികമായും ഉയർന്നു വരാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഹമാസ് ഈ തടവുകാരെ മോചിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിന് പകരമായി ഇസ്രായേൽ എന്ത് നൽകും എന്നുള്ളതാണ്. സ്വാഭാവികമായും ഹമാസ് ആവശ്യപ്പെടാൻ പോകുന്നത് ഗസയിൽ സമ്പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമം ആദ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. എല്ലാ സൈനികരും അവിടെ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും. കാരണം മാസങ്ങളുടെ തയ്യാറെടുപ്പ് നടത്തി വലിയ ആക്രമണത്തിലൂടെ ഗസ സിറ്റി അടക്കം വളഞ്ഞ് ഗസ സിറ്റിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഏറ്റവും അതിന്റെ ക്ലൈമാക്സ് രംഗത്താണ് ഈ ഒരു വെടിനിർത്തൽ സാധ്യതകൾ ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ നിന്ന് ഇസ്രായേൽ വളരെ പെട്ടെന്ന് പിൻവാങ്ങുമോ, അങ്ങനെ IDFന്റെ ഒരു പിന്മാറ്റം ഗസയിൽ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ബന്ദിമോചനം സാധ്യമാകുന്നതിന് ശേഷം എന്ത് നടക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഒരു വഞ്ചനക്കോ ഒരു ചതിക്കോ ഇനിയും നെതന്യാഹു തുനിയുമോ? ഈ ബന്ദികളെ വെട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ പോകുമോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. BK, ഡോക്ടർ താജ് ആലുവയും കൂടെ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ താജ് ആലുവ, BK സുഹൈൽ പറഞ്ഞത് അങ്ങ് കേട്ട് കാണും. അതായത് ബന്ദികളെ കിട്ടിയതിനു ശേഷം വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ മുതിരുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കി കാണാൻ കഴിയുക? പ്രത്യേകിച്ച് സമാധാനം നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അവിടെ ഇന്ന് 20 പേരാണ് ട്രംപിന്റെ നിർദ്ദേശത്തിന് ശേഷം വീണ്ടും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്യന്തം ദയനീയമായ ക്രൂരതകൾ വീണ്ടും വീണ്ടും ഇസ്രായേൽ നടത്തുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് വിലയിരുത്താൻ കഴിയുക? അതായത് നെതന്യാഹുവിനെ കുറിച്ച് നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഒരു വിഷയത്തിലും പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും
നമ്മൾ നോക്കൂ, ഇതിന്റെ ഗസ യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഏകപക്ഷീയമായ ഗസ യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചതിന് ശേഷം ഈ പല തവണ വെടിനിർത്തൽ കരാറിന്റെ ആദ്യത്തെ ഘട്ടത്തിലും അതിന്റെ ഒരു രണ്ടാമത് നമ്മൾ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോഴൊക്കെ തനിക്ക് വെടിനിർത്തൽ അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് നെതന്യാഹുവാണ്. പക്ഷെ ഇപ്പോ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഈ ഘട്ടത്തിൽ ഈ വെടിനിർത്തലിന് ഏറ്റവും ആവശ്യമുള്ള ഒരാള് നെതന്യാഹു ആണ് എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ അത്രമാത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ, ആഗോള സമൂഹത്തിന്റെ മുന്നിൽ ഓരോ ദിവസവും ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ അതിശക്തമായ പ്രചാരണങ്ങളും പ്രോപ്പഗണ്ടകളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ നോക്കി കാണുമ്പോൾ ഇപ്പൊ വെടിനിർത്തൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നെതന്യാഹുവിനാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം ഇതിനകത്തുള്ളത്, വെടിനിർത്തിയാലും എത്ര തന്നെ വെടിനിർത്തിയാലും ഗസയിൽ ആക്രമണം നടത്താൻ അതൊന്നും നെതന്യാഹുവിന് തടസ്സമാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകിച്ച് മിക്കവാറും ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഈ ബന്ദികളെ വിട്ടുകിട്ടുക എന്ന ഒരൊറ്റ ആവശ്യം നടന്നാൽ പിന്നെ വീണ്ടും. ഡോക്ടർ താജ് ആലുവ, അങ്ങൊന്ന് തുടരാമോ? ഇപ്പോൾ കിട്ടിയ ഒരു പുതിയ അപ്ഡേഷൻ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, ദയവായി അങ്ങൊന്ന് തുടരണം. ഗസയിൽ കൂട്ടക്കുരി തുടരുന്നതിനിടയിലും ഇസ്രായേലിനെ അഭിനന്ദിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു എന്നുള്ളൊരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയ ഇസ്രായേൽ തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ് ട്രംപിന്റെ പ്രതികരണം. ബന്ദികളുടെ കൈമാറ്റത്തിൽ ഹമാസ് ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ എല്ലാ സാധ്യതയും ഉപയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. MCA നാസറുണ്ട് ഈ വിവരങ്ങൾ നൽകാനായി. MCA, ഹമാസിന്റെ മുന്നിലേക്ക് ഒരു തന്ത്രം എന്നൊരു നിലയിലേക്കാണ് ട്രംപ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണ് ട്രംപിന്റെ പുതിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ? അല്പം മുമ്പാണ് ട്രംപിൻ്റെതായിട്ടുള്ള പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. ഇസ്രായേൽ താൽക്കാലികമായിട്ട് ബോംബാക്രമണം നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച സന്ദർഭമാണ് ഈ വെടിനിർത്തലിനും അതോടൊപ്പം തന്നെ ബന്ദികളുടെ കൈമാറ്റവും 20 ദിന പദ്ധതിയും നടപ്പാക്കാനുള്ള ഏറ്റവും മികച്ച ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഹമാസ് ഇനിയും ബന്ദികളെ കൈമാറുന്ന കാര്യം ഉൾപ്പെടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അമാന്തം കാണിക്കുകയാണെങ്കിൽ തൻ്റെ കയ്യിൽ വിവിധ സാധ്യതകളുണ്ട്, അതൊക്കെയും താൻ പ്രയോജനപ്പെടുത്തും. അത് ഭീകരമായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഹമാസിന് നൽകുകയാണ്. കാരണം വളരെ എല്ലാവരോടും ഒരേ സമീപനം, വിവേചനരഹിതമായിട്ടുള്ള സമീപനമാണ് താൻ പുലർത്തുന്നത്. ഗസ ഇനിയും ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു സാഹചര്യം ഒരു നിലക്കും അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഈ ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ച ആ നടപടിയെ അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി എത്രയും പെട്ടെന്ന് ബന്ദികളുടെ കൈമാറ്റത്തിനുള്ള നടപടി ഹമാസ് കൈക്കൊള്ളണം. അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വരുത്തും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടും ഇസ്രായേൽ ഈ ബോംബാക്രമണം നിർത്തി എന്ന ഒരു പ്രഖ്യാപനം. അത് ട്രംപ് പറയുമ്പോൾ മാത്രമാണ് ലോകം ആക്രമണം നിർത്തിയോ എന്ന് പോലും ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുന്നത്. കാരണം 41 പേരാണ് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 41 പേരിൽ നിരവധി കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ആ ഒരു ആക്രമണം തുടരുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം പൂർണ്ണമായി താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ ആരെയാണ് നാം വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇസ്രായേൽ പക്ഷപാതിത്വം കലർന്ന ഒരു പ്രതികരണവും അതോടൊപ്പം തന്നെ ഹമാസിന് വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രതികരണവുമാണ് ട്രംപ് അല്പം മുമ്പ്, മിനിറ്റുകൾക്ക് മുമ്പ് നടത്തിയിരിക്കുന്നത്. അജി, ശരി, MCA ആണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ താജ് ആലുവ തുടരുന്നുണ്ട്. ഡോക്ടർ താജ് ആലുവ, MCA റിപ്പോർട്ട് ചെയ്തത് അങ്ങും കേട്ട് കാണുമല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ ആരെയാണ് വിശ്വസിക്കുന്നത്? ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ട്രംപിന്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് MCA ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 41 പേരാണ് അവിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്ന ട്രംപ് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് ഗസയുടെ വിഷയത്തിൽ ഇസ്രായേൽ എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ള ഒരു നയം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നോക്കൂ, കഴിഞ്ഞ 20 വർഷമായിട്ട് ഓരോ ഘട്ടത്തിലും ഹമാസിന്റെ അധികാര ആരോഹണം നടക്കുന്നത് 2006-ലാണ്. അന്നു മുതൽ ഇന്ന് വരെ ആ ഗസ എന്ന് പറയുന്നത് അതിശക്തമായ ഉപരോധത്തിലാണ്. ഈ ഉപരോധം അവിടത്തേക്ക് പോകുന്ന ഭക്ഷണത്തിന്റെ തോതിൽ പോലും, ചോക്ലേറ്റ് എത്ര പോകണം, ബിസ്ക്കറ്റ് എത്ര പോകണം, ചിപ്സ് എത്ര പോകണം എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വരെ അതിശക്തമായ നിയന്ത്രണം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഗസയെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു സന്ദർഭത്തിലും അതായത് ഗസയുടെ മേൽ താനും ട്രംപും കൂടി ചേർന്ന് നടപ്പാക്കിയ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച പദ്ധതി ഹമാസ് ഭാഗികമായി അംഗീകരിച്ചു. ബന്ദികളെ വിട്ടയക്കാം, അതിനുള്ള സമ്പൂർണ്ണ സന്നദ്ധത പ്രകടിപ്പിച്ചതിന് ശേഷവും അവർക്ക് നേരെ ആക്രമണം തുടരും. അപ്പൊ ആ ആക്രമണം തുടരുകയും ഇത്രയധികം നിരപരാധികളും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ
കൊല്ലുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം, അങ്ങനത്തെ ഒരു സൈന്യം ഈ ബന്ദികളെ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന സംഗതിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെ കിട്ടുക എന്ന ഒരൊറ്റ അജണ്ടയിലാണ് ഇപ്പോഴത്തെ ഈ പദ്ധതി തന്നെ ഏറ്റവും അധികം ആശ്രയിച്ചു നിൽക്കുന്നത്. അപ്പൊ വെടിനിർത്തുക എന്ന് പറയുന്ന ഒരു ആവശ്യം തൽക്കാലം തങ്ങൾ പരിഗണിച്ചു എന്ന് വരുത്താൻ വേണ്ടി ഒരു പ്രഖ്യാപനം അതാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ആ പ്രഖ്യാപനത്തെ ട്രംപ് സ്വാഗതം ചെയ്യുന്നതോടുകൂടി അത് നടപ്പിൽ വന്നു എന്ന ഒരു വിവരം, ആ ഒരു പ്രതീതി നിലനിർത്തുക, അതോടൊപ്പം ബന്ദികളെ പെട്ടെന്ന് വിട്ടുകിട്ടാനുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഉപയോഗിക്കുക, ഹമാസിനെ ഭീഷണിപ്പെടുത്തുക, അന്ത്യശാസനം നൽകുക തുടങ്ങിയ നടപടികളിലൂടെ എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കുക. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിഹീനരല്ല അവരെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ 2 വർഷമായിട്ട് ഈ ബന്ദികളെ കൃത്യമായി സൂക്ഷിക്കാനും അതിന് ഇസ്രായേലിന് ലോകത്തെ എല്ലായിടത്തും ചാരക്കണ്ണുകളും ടാർഗറ്റ് അസാസിനേഷനും ഒക്കെ നടത്തുന്ന ഇസ്രായേലിന്റെ കണ്ണിൽപ്പെടാതെ ഇത്രയും കാലം ബന്ദികളെ സൂക്ഷിച്ച ഹമാസ് ഈ ഒരു ഘട്ടത്തിൽ ബന്ദികളെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കും എന്ന് കരുതുന്നത് മൗഢ്യമാണ്. അതിന് പറ്റുന്ന ഒരു ഗ്രൗണ്ട് അതാണല്ലോ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്, ട്രംപിന്റെ പദ്ധതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഹമാസ് പറഞ്ഞിട്ടുള്ളത്. അതിന് പറ്റുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം ഗ്രൗണ്ടിൽ ഉണ്ടാക്കണമെന്നാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ബന്ദികളെ തങ്ങൾ കൈമാറുകയുള്ളൂ. ആ കൈമാറിക്കഴിഞ്ഞാൽ യുദ്ധം നിർത്തും, അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം നിർത്തും. ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും അതുപോലെ തന്നെ ഇന്ധനവും ഒക്കെ അടക്കമുള്ള സഹായം തങ്ങൾക്ക് എത്തുമെന്നത് തങ്ങൾ ഉറപ്പാക്കും. ഇത് വളരെ ശക്തമായിട്ട് മീഡിയേറ്റേഴ്സിനോട് വാങ്ങി കൃത്യമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഹമാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോ നെതന്യാഹു തന്റെ പഴയ ടാക്ടിക് തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ അതിന് വളരെ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. അത്ര കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദം ട്രംപും നെതന്യാഹു നേരിടുന്നു. ലോകമെങ്ങുമുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രതിഷേധ പ്രകടനം, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, വെസ്റ്റില് ധാരാളമായിട്ട്, ഗ്ലോബൽ നോർത്തിൽ ധാരാളമായിട്ട് പ്രകടനങ്ങൾ നടക്കുന്നു. ട്രേഡ് യൂണിയനുകൾ അടക്കം, ഇറ്റലിയിലൊക്കെ ട്രേഡ് യൂണിയനുകൾ അടക്കം ഇന്നലെ ആഹ്വാനം ചെയ്ത പണിമുടക്കൊക്കെ വളരെ പൂർണ്ണമായിട്ട് നടക്കുന്നു. ബ്രിട്ടനിലും ഫ്രാൻസിലുമൊക്കെ അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും അവർക്ക് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കേണ്ടി വരുന്നു. 140 രാഷ്ട്രങ്ങൾ അംഗീകരിച്ചു. ഇതെന്നൊക്കെ പറയുന്നത് താൽക്കാലികമായി പ്രതീകാത്മകമാണെങ്കിൽ കൂടി അതിനെല്ലാം ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. കൂട്ടത്തിൽ അമേരിക്കയിലെ നവയാഥാസ്ഥിതികർ, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു വലതുപക്ഷ യാഥാസ്ഥിതികർ അടക്കമുള്ള ഇതുവരെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈന്റെ ഭാഗമായിരുന്ന പലരും ഇപ്പോ വളരെ കൃത്യമായി പ്രശ്നത്തെ അമേരിക്കയുടെ പോലും ഒരു ആഭ്യന്തര താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അമേരിക്ക വാസ്തവത്തിൽ ഇസ്രായേലിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ട്രംപിന്റെ ഉറച്ച അനുയായികൾ പോലും പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ആ അർത്ഥത്തിലുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഈ ബന്ദികളെ കിട്ടിയ ഉടനെ തന്നെ ആക്രമണം പുനരാരംഭിച്ച് കളയാം, എന്നിട്ട് ഗസയെ തീർത്ത് കളയാം എന്ന നെതന്യാഹുവിന്റെ വ്യാമോഹം നടക്കുമെന്ന് തോന്നുന്നില്ല. വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ താജ് ആലുവ. സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും വരുന്ന മണിക്കൂറുകളൊക്കെ വളരെ നിർണായകമാണ്. എന്താണ് ഗസയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയങ്ങൾ പല തലത്തിൽ അത് പുറത്തു വരുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ.